അതിൽ എനിക്ക് വേറെ എക്സൈറ്റിംഗ് ഉള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് സ്ട്രാപ്പിംഗ്. ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്താണ്? ആൻഡ് ഇപ്പോ ആസ് മൈക്രോ കമ്പനി കളക്ട് എല്ലാം ബൂട്ട് സ്ട്രാപ്ഡ് ആണ്. നിങ്ങൾ പുറത്തുനിന്ന് ആരും ഫണ്ട് മേടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ ആ ഒരു പാത്ത് കോൺഷ്യസ്ലി ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ ആ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞാല് നമ്മള് ഇൻവെസ്റ്റേഴ്സിന്റെ എമൗണ്ട് മണി ഉപയോഗിക്കാതെ നമ്മൾ കസ്റ്റമേഴ്സിന്റെ എമൗണ്ട് പെർ മണി ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പനി റൺ ചെയ്യാം. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അത് എൻ്റെ ഫെയിൽഡ് സ്റ്റാർട്ടപ്പ് ഞാൻ പറഞ്ഞ പോലെ ദുബായിലെ ഫെയിൽഡ് സ്റ്റാർട്ടപ്പും അതേപോലെ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്ത ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ബോക്സിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ 2 കമ്പനീസിൽ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് കമ്പനി ഷട്ട് ഡൗൺ ആവാനുള്ള കാരണം, കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് ഇൻവെസ്റ്റേഴ്സിന്റെ എമൗണ്ട് ഫണ്ടിങ് കിട്ടാത്തത് കൊണ്ടായിരുന്നു. അപ്പൊ അതല്ല ഓൺലി വേ ടു റൺ എ കമ്പനി. അപ്പം അത് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സ് നമ്മളെ പേ ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് തന്നെ വെച്ചിട്ട് നമുക്ക് കമ്പനി റൺ ചെയ്തുകൂടാന്നുള്ള ഒരു ഇതിൽ നിന്നാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. ആ ടൈമിൽ അത് ചെയ്യുന്നൊരു ഭയങ്കര കുറവായിരുന്നു. സസ്റ്റൈനബിളും ആണത്. പിന്നെ അന്ന് ഈ ഫണ്ടിങ് ഹൈപ്പ് ആ സമയത്തൊക്കെയാണ്. അപ്പോൾ അത് ഇപ്പോഴും നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ടെക് ന്യൂസ് ഫോളോ ചെയ്യുന്നവര് മെയിൻ ആയിട്ട് ഇപ്പൊ ടെക് ക്രഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നത് ഫണ്ടിങ്, ഈ കമ്പനി ഇത്ര ഫണ്ട് റൈസ് ചെയ്തു എന്നാണ്. അല്ലാതെ ആരും ഒരു ബൂട്ട് സ്ട്രാപ്ഡ് കമ്പനി സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് ന്യൂസിൽ വരാൻ പോകുന്നത് എത്ര റവന്യൂ ജനറേറ്റ്, ഇത്ര പ്രോഫിറ്റ്, അങ്ങനെ ആരും ഷെയർ ചെയ്യാൻ എന്തോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചിലവർക്ക് മിക്കവാറും ആൾക്കാർക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് ഓൺലി വേ ടു ഡു സ്റ്റാർട്ടപ്പ് ഈസ് റൈസിങ് VC ഫണ്ട് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ മനസ്സിലാക്കിയത്. പക്ഷെ അങ്ങനല്ല. നമുക്ക് ഈ ഒരു സാസ് ഒരു റിക്കറിങ് പ്രഡിക്റ്റബിൾ റവന്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്ത് പോകാൻ പറ്റും. അതെ, ഓക്കെ.